ഹലോ ഫ്രണ്ട്സ്, എന്ത് പറയുന്നു? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ? അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ. പ്ലാൻ ക്ലീനിങ് മാത്രമല്ല, നമ്മൾ അന്ന് നൈറ്റ് ഡ്രൈവിന് പോയപ്പോൾ കുറച്ച് പ്ലാന്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ടിലാക്കി സെറ്റാക്കി വെക്കുകയും വേണം. അന്ന് നമ്മൾ കുറച്ച് പോട്ട് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമലയും കൂടി സഹായത്തിന് കൂടാന്ന് പറഞ്ഞിട്ട് അവനും കൂടി കൂടിയിട്ടുണ്ട് കൂടെ. നമ്മൾ ആദ്യം പോട്ടൊക്കെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടും അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടോ. കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് അട്ടപ്പാറ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടീന്നൊക്കെ ഒലിച്ചിട്ട് ഒരുപാട് മണ്ണൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് ആദ്യം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ രണ്ടെണ്ണം. അപ്പോൾ പിന്നെ അന്ന് പെയിൻറ്റിങ്ങിനും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇത് അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ റോസ് ചെടി നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമലു ഈ മണ്ണ് എടുക്കുന്നത്. അതായത് നമ്മളെ മുറ്റത്തുനിന്ന് ഒലിച്ചു പോകുന്ന മണ്ണാണ്. അവിടെ ഗേറ്റിൻ്റെ അവിടെ ആ ഒരു ഇതിൽ ആ റെയിലിൽ തട്ടിയിട്ട് അങ്ങനെ തടഞ്ഞു നിൽക്കും കുറേ മണ്ണ്. കാരണം എന്താ വെച്ചാൽ അതിൽ കുറേ മണലും കല്ലൊക്കെ മിക്സ്ഡ് ആവും. അപ്പോൾ നമ്മൾ റോസ് ചെടി നടണമെങ്കിൽ നല്ല മണ്ണും മണലൊക്കെ മിക്സായ ഒരു മിക്സ് സോയിലാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ മണ്ണ് എടുക്കുന്നത്. അപ്പോൾ അത് അവൻ തന്നെ എനിക്ക് പോട്ടിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്ന് തന്നിട്ടോ. പിന്നെ ഇതാ പാറക്കുട്ടി പ്ലാന്റ്സൊക്കെ എടുത്ത് കൊടുന്നേരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സൊക്കെ തന്നെ റോസ് ചെടി തന്നെയാണ് ആദ്യം നട്ടത്. അപ്പോൾ അതൊക്കെ നട്ട് ഞാൻ അതിൽ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ കൂടെ ഇതാ ഹെൽപ്പിന് രണ്ടാളും കട്ടയ്ക്ക് കൂടെ ഉണ്ട്. സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ അവർക്ക് കയ്യിനും കാലിനും റെസ്റ്റ് ഉണ്ടാവില്ല, എനിക്ക് നാവിനും റെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതാണ് അവസ്ഥ. എന്തെങ്കിലും കുരുത്തക്കേട് രണ്ടാളും കാട്ടിക്കൊണ്ടിരിക്കുന്നാലും ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാവും രണ്ടുപേരും. അപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്തു. കണ്ടോ അപ്പുറത്ത് കാണിക്കുന്ന നോക്കിയേ, ആ വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ കുരുത്തക്കേട് കാണിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിനും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ പോട്ട് വാങ്ങിച്ചുകൊണ്ട് വേറെ പോട്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ 2-3 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ 2-3 ചെടികൾ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു. ജമന്തി 3 റോസും പിന്നെ ഒരു തെച്ചിയും ഒരു ചെമ്പരത്തിയും, ഇതാണ് കേട്ടോ നമ്മൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെടികൾ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു, ഒന്ന് സെറ്റാക്കി. ചെമ്പരത്തി ഞാൻ ആദ്യം വിചാരിച്ചു നിലത്ത് കുഴിച്ചിടണമെന്ന് കേട്ടോ. പിന്നെ അത് ചെറിയ തൈയാണ്. അപ്പോൾ അതൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾ നേരെ നിലത്തേക്ക് കുഴിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ പോട്ട് തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴാണ് അമല് പറഞ്ഞത്, അമ്മ അതവിടെ ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ 2-3 മാസം മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് കൊടുന്ന് കുഴിച്ചിട്ട ഒരു റോസാ കൊമ്പിൻ്റെ ഇതാണ് കേട്ടോ. അത് 2-3 കൊമ്പ് കുഴിച്ചിട്ടായിരുന്നു, ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയിട്ടോ. അപ്പോൾ ഇത് ഞാൻ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടില്ല, കാരണം പൊന്ത മൂടിയിട്ട് ഞാൻ വിചാരിച്ചത് അത് പോയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പുല്ലൊക്കെ മാറ്റി ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്തൊന്ന് കെട്ടി കൊടുത്തു. പിന്നെ നമ്മൾ ഇറക്കി വെച്ച പോട്ടൊക്കെ മുകളിലേക്ക് തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ കയറ്റി വെച്ചിട്ടോ. നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തത് നേരെ മുന്നിൽ തന്നെ വെച്ചു, കാരണം പെട്ടെന്ന് കെയറിങ് കിട്ടേണ്ടത് അവർക്കാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നേരെ അത് മുന്നിൽ തന്നെ വെച്ചു. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട പ്ലാസ്റ്റിക്കും സംഭവങ്ങളൊക്കെ മാറ്റി പുറത്തേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. ബൈ.